ചക്ക വേണ്ട. എന്താ കാരണം? വിഷമില്ല, അതാ വിഷമില്ല. അപ്പൊ ചക്കക്ക് വിഷം അടിക്കില്ല എന്നാണ് പറയുന്നത്. വിഷമില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ ചക്ക മാത്രമേ ഉള്ളൂ. ഇതിപ്പോ വിഷം അടിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇന്നൊരു കണ്ടുപിടിച്ചുള്ളത്. കണ്ടുപിടിച്ച അല്ലേ അടിച്ചേനാ സംഗതി. വിഷമില്ലാത്ത എന്തുള്ളത്? ഇത് മൂത്തേക്ക അത് പറ്റത്തില്ല. റിജക്റ്റ്. നമുക്ക് തിരിച്ചു കൊടുക്കണം അവർക്ക്. वो बोलता है दुबई जाता है, कलकत्ता जाता है, महाराष्ट्र जाता है, यूपी जाता है, पूरे जगह പെരുമ്പാവൂരിടില്ല, വേറെ ലെവലാട്ട. പെരുമ്പാവൂരിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിലേക്ക് മുഴുവനും ചക്ക കയറി പോയിക്കൊണ്ടിരിക്കുകയാട്ട. അതിനു വേണ്ടിയിട്ട് ചെറിയ വണ്ടിയിൽ വന്നിട്ട് വലിയ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇതേപോലെ ചക്ക ഉണ്ടല്ല വെറുതെ അവിടെ വാരിയിട്ടിട്ട് കൊണ്ടുവന്നാണ്. അങ്ങനെയൊന്നും അല്ലാട്ടാ. ചക്ക ഇങ്ങനെ അട്ടിയിട്ടതിന് ശേഷം മുകളിൽ ഐസ് വയ്ക്കും. 2 ടൺ ഐസ് വയ്ക്കും എന്നാണ് പറയണത്. അതിനുശേഷം മുഴുവനും പാക്ക് ചെയ്യും. 3 4 ഒരാഴ്ചയൊക്കെ എടുത്തിട്ടായിരിക്കും ട്രാവൽ ചെയ്ത് ഈ പറഞ്ഞ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നെ വിദേശത്തൊക്കെ അയക്കുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയിൽ അയക്കണം. അപ്പം പെരുമ്പാവൂരിൽ നിന്ന് പോണ ചക്കളുടെ എണ്ണം അല്ലെങ്കിൽ വണ്ടികളുടെ എണ്ണം ഒരു കയ്യും കണക്കൂലാട്ടാ. ഈ ചക്ക പോണത് ഡൽഹിക്ക് കയറി പോണത്. ഇത് കഴിക്കാൻ വേണ്ടി പോണതാ, നമ്മുടെ ഭക്ഷണത്തിന് പോണതാ. അപ്പൊ ഇതുപോലെ നല്ല ചക്ക പൊട്ടിപ്പോയതാണ്. അവിടെ ചെറുപ്പം കംപ്ലൈന്റ് വരും. അപ്പൊ തിരിച്ച് നമ്മൾ കൊടുക്കണം. നമ്മൾ വാങ്ങില്ല. ഇതപ്പൊ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ചക്ക മാത്രം പോകുള്ളൂ. അപ്പൊ ഇതിനകത്ത് ചെറുതുണ്ട്, വലുതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇത് മിക്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ? അല്ല, അവിടെ ഭക്ഷണത്തിന് പോണത് അവര് മാർക്കറ്റിൽ പോണത്. അത് വലുതും ചെറുതൊക്കെ അവർ എടുത്തോളൂ. പാവങ്ങൾക്ക് ചെറുത് വേണ്ടേ? ക്യാഷ് വലുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ വന്നില്ലേ, പച്ചക്കറി വന്നില്ലേ എന്ന മാതിരി ഇതിപ്പോ ഇത് മുഴുവനും പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് മാത്രം പോണതാണ്. അല്ലല്ല, ഇത് നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നുണ്ട്. ഈ ചക്ക ഇവിടെ മാത്രമല്ല നമ്മൾ ഇടുന്നത്, തിരുവനന്തപുരത്ത് നിന്ന്. ഇത് മൂത്ത ചക്കയത്. മൂത്തത് പോവില്ല, പോകത്തില്ല. ഇടിയാൻ പരുവാണ് പോകുള്ളൂ. അപ്പൊ ഈ മൂത്ത ചക്ക എന്താ പോകാത്തതിന്റെ അവിടെ ചെല്ലുമ്പോ പഴയിടും, പഴമാകും. ഇത് അവിടെ ചെല്ലുമ്പോ പഴമാകും. അപ്പൊ അവിടെ വാങ്ങില്ല. ഇതുണ്ടോ കുരുവുണ്ടോ? കുരു വെച്ച് ചുള ഇതായത് അതാണ് പോവില്ല. അപ്പൊ ഇതേപോലെ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്തതിനെ മാത്രമാണ് പോകുള്ളൂ. ഇതിന്റെ മുകളിൽ നമ്മൾ ഐസ് വെക്കണം, ഇല വെക്കണം, ഓല മടക്കണം. നല്ല പണിയുണ്ട്. അപ്പൊ ഇത് അവിടെ വരെ എത്താൻ എത്ര ദിവസത്തെ? 3 ദിവസം കഴിയുമ്പോൾ അവിടെ ചെല്ലുള്ളൂ. അവിടെ ആകുമ്പോൾ ഇത് ഇങ്ങനെ പച്ചയായിട്ട് തന്നെ ഇരിക്കണം, ഫ്രഷ് ആയിട്ടിരിക്കും. ഇതിന്റെ മുകളിൽ ഐസ് വെക്കാണ്. വലിയ ബ്ലോക്ക് ഐസ് ഇല്ലേ, ഐസ് മൊത്തം ഇതിന്റെ മുകളിൽ നിരത്തുന്നുണ്ട് വയ്ക്കുന്നു. എന്നിട്ടാണ് പോകുന്നത്. ഇതിപ്പോ ഈ പെരുമ്പാവൂര് എല്ലാ ഭാഗത്തുനിന്നും ഇത് വരും. എല്ലാ ഭാഗത്തും ഉണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. പെരുമ്പാവൂർ, തിരുവനന്തപുരം ഉണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിട്ടാ, അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോ ഇത് തുളയിടുമ്പോ ചക്കൊക്കെ കംപ്ലൈന്റ് വരില്ല. അത് അങ്ങനെ തന്നെ ലോക്ക് ചെയ്യാണല്ലേ? ഇത് നമ്മുടെ കയ്യിൽ വരുമ്പോ അറിയാലോ. നമുക്ക് സംശയമൊക്കെ നമ്മൾ ശരിക്കും കുത്തി നോക്കുന്നത് കേട്ടോ. ഇതാണ് അതിലില്ല, അത് മൂത്തിട്ടില്ല. ഇത് അങ്ങനെ ചോള കുരു നമുക്ക് ഒരുമിച്ച് കിട്ടും. അത് അങ്ങനെ അടച്ചു വെച്ച് അത് സെറ്റായി അവിടെ ഇരുന്നോളൂ. അപ്പൊ ഈ ഒരു ലോഡ് എത്ര ടണ്ണാ പോകുന്നത്? ഇതിനകത്ത് പോണത് 24 ടൺ ഈ വണ്ടി. 12 വീല് 24 ടൺ വരെ ഇതിനകത്ത് പോകും. 2 ടൺ ഐസ് ഉണ്ടോ? 2 ടൺ ഐസ് വെക്കും. ഐസ് വെച്ചാണ് വിടും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഐസൊക്കെ സെറ്റ് ആയിക്കോളും. അവിടെ ചെല്ലുമ്പോൾ ഐസ് തീരും.